أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا أوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പുണ്യപ്രവൃത്തികളും അള്ളാഹു പൂർണ്ണമായ പ്രതിഫലത്തോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ പാപമോചനത്തിൻ്റെ കൂടി മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൻ്റെ ഒരു വെള്ളിയാഴ്ച അവിടെ നിന്ന് മെമ്പറിലേക്ക് കയറുമ്പോൾ പതിവിന് വിപരീതമായി മെമ്പറിൻ്റെ ഓരോ പടികളിലും പ്രവാചകൻ ആമീൻ 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 എന്നിങ്ങനെ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഖുതുബയ്ക്കെല്ലാം ശേഷം പ്രവാചകൻ്റെ അനുചരന്മാർ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇന്നൊരു പുതിയ രീതിയിൽ കേട്ടുവല്ലോ എന്ന്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഞാൻ മിമ്പറിലേക്ക് കയറുമ്പോൾ ജിബ്രീൽ പ്രാർത്ഥിക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞതാണ് എന്ന്. അതിലൊരു ഭാഗം നമ്മുടെ പാപമോചനവുമായി ബന്ധപ്പെട്ടതാണ്. അതിങ്ങനെയാണ്: റഹിമ അൻഫുൻ അബ്ദുൻ ദഖല അലൈഹി റമദാന വലം യഗ്ഫർ ലഹു. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. റമദാനിൽ പ്രവേശിക്കാൻ ഭാഗ്യമുണ്ടായിട്ടും ഒരുവന് തൻ്റെ പാപം പൊറുപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ മുക്കുകുത്തി വീഴട്ടെ നരകത്തിലേക്ക് എന്ന് ജിബ്രീൽ പ്രാർത്ഥിക്കുകയും ഞാനതിന് ആമീൻ പറയുകയും ചെയ്തു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. മനുഷ്യരായ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പാപങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രകൃതത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാകണം പാപം പൊറുപ്പിക്കാനുള്ള ഒട്ടനവധി മേഖലകൾ വളരെ വിശാലമായിട്ട് തന്നെയാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷെ മനുഷ്യരായ നമ്മൾ കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് നമ്മുടെ ആയുസ്സിൻ്റെ കാര്യത്തിലാണ്. പരലോകത്ത് വരുമ്പോൾ 4 കാര്യങ്ങൾ ചോദിക്കാതെ ഒരു ദാസൻ്റെ കാലടികൾ മുന്നോട്ട് നീങ്ങാൻ സമ്മതിക്കുകയില്ല എന്ന് പറയുന്ന ഹദീസിൽ ഒരു ചോദ്യം ആയുസ്സിനെ പറ്റിയാണ്. പക്ഷെ ആ ആയുസ്സിനെ പറ്റി ദുനിയാവിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എത്രയോ അരോഗദൃഢഗാത്രരായ, എത്രയോ സമ്പന്നരായ, എത്രയോ സ്വാധീന ശക്തികളുള്ള ആളുകളുടെ മയ്യത്തുകൾ നമ്മൾ മറമാടിയിരിക്കുന്നു. അതേപോലെ പോകേണ്ടവരാണ് നമ്മളെന്നുള്ളൊരു വിചാരം നിരന്തരം നമ്മുടെ ജീവിതത്തെ ഭരിക്കുമെങ്കിൽ, നയിക്കുമെങ്കിൽ ആ ഒരൊറ്റ വിചാരം മതിയാകും ഒരാളുടെ ജീവിതത്തെ പാപമംഗിലമാക്കി തീർക്കാൻ. അതുകൊണ്ട് എപ്പോഴും പിരിഞ്ഞു പോകണം എന്നൊരു വിചാരം നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ.
എങ്കിൽ ചെയ്തു പോയ പാപങ്ങളെ സംബന്ധിച്ചുള്ള തികട്ടലുണ്ടാകും, പൊറുപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടാകും. ഒരാൾ പാപിയായി കഴിഞ്ഞാൽ മാനസികമായി ഉണ്ടാകുന്നൊരു മാറ്റം എന്ന് പറയുന്നത് ജീവിതത്തിൽ അയാൾ നിരാശനായി തീരുമെന്നുള്ളതാണ്. അയാളുടെ പാപങ്ങൾ അയാളെ വേട്ടയാടാൻ തുടങ്ങും. ആ നിരാശയുടെ ലോകത്ത് പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു വഴിയും കാണാതായിത്തീരുന്ന അയാൾ ഒടുവിൽ എത്തിച്ചേരുക തൻ്റെ ആത്മാവിനെ കൂടി നശിപ്പിച്ചുകൊണ്ട് ആത്മഹൂതി ചെയ്തുകൊണ്ടായിരിക്കും, ആത്മഹത്യയിലായിരിക്കും അത്തരം ആളുകൾ അഭയം പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഫ്രഷായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ആരോഗ്യപരമായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, പ്രത്യാശയും പ്രതീക്ഷയും ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടേണ്ടതുണ്ട്. ആമുഖമായി ഞാൻ ഓതിവച്ച വചനം ഖുർആനിലെ 47-ാമത്തെ അധ്യായം സൂറ മുഹമ്മദിലെ 19-ാമത്തെ സൂക്തമാണ്. ആ ആയത്ത് പ്രവാചകനോടുള്ള അഭിസംബോധനയാണ്. അള്ളാഹു പറയാണ്, ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് നീ മനസ്സിലാക്കുക. വസ്തഗ്ഫിർ ലിദംബിക, നിന്റെ പാപത്തിന് നീ പാപമോചനം തേടിക്കൊള്ളുക. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നിനക്ക് വേണ്ടി മാത്രം പാപമോചനം നടത്തിയാൽ പോരാ, വിശ്വാസികളും വിശ്വാസിനികളുമായ ആളുകൾക്ക് വേണ്ടിയും നീ പാപമോചനം തേടേണ്ടതുണ്ട്. വല്ലാഹു യഅലമു, തീർച്ചയായും അള്ളാഹു അറിയുന്നുണ്ട്, മുത്തകല്ലബക്കും വ മസ്വാക്കും, മുത്തകല്ലബക്കും അവരുടെ ചലനങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്, വ മസ്വാക്കും അവരുടെ താമസവും അള്ളാഹു അറിയുന്നുണ്ട്. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി കൊടുത്തിട്ടുള്ളത്, പകൽ സമയം വിവിധ ജോലികളിൽ വ്യാപൃതനായി കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അള്ളാഹു കൃത്യമായിട്ട് അറിയാം. അതുപോലെ രാത്രി അവൻ വിശ്രമിച്ചുകൊണ്ട് എവിടെയാണോ ഉറങ്ങുന്നത് ആ വിശ്രമാവസ്ഥയെ പറ്റിയും അള്ളാഹുവിന് നല്ലപോലെ അറിയാവുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു പാപമോചനം തേടിക്കൊള്ളുക എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അദ്ദേഹം വിശദീകരിക്കുന്നത്, പ്രവാചകന്മാർ പാപങ്ങൾ ചെയ്യുന്നവരല്ല, പാപങ്ങളാൽ നിന്ന് സംശുദ്ധരായവരാണ്. പക്ഷെ ജനങ്ങൾക്ക് പലപ്പോഴും പ്രവാചകന്മാരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ തോന്നുമ്പോൾ ആ പോരായ്മകളെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ തൻ്റെ അനുചരരായ ആളുകൾക്ക് പ്രവാചകൻ പോലും ഇത്രയും പാപമോചനം തേടുമ്പോൾ നമ്മൾ എത്രമേൽ പാപമോചനം തേടേണ്ടിയിരിക്കുന്നു എന്ന ഒരാശയത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു കൽപ്പന ഉണ്ടായിട്ടുള്ളത് എന്നതാണ്. എന്തുമാകട്ടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസത്തിൽ 70-ലധികം തവണയാണ് അള്ളാഹുവിൻ്റെ റസൂല് പാപമോചനം തേടിയിരുന്നത് എന്ന ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ്. മനുഷ്യരായ നമ്മളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ എത്രയാണ്. അത്തഹിയ്യാത്തിന്റെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അസ്റഫ്തു. ഇതൊക്കെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ പറയേണ്ടതാണ്. ഞാൻ മുൻകൂട്ടി ചെയ്തതും ഞാൻ പിന്നീട് ചെയ്തതും രഹസ്യമായി ചെയ്തതും പരസ്യമായി പ്രവർത്തിച്ചതും എൻ്റെ കാര്യത്തിൽ അതിര് വിട്ടുപോയതും ഒക്കെയും അള്ളാഹുവിനെ പുറത്തു തരണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസി നിരന്തരമായി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ എന്ന നിലയിൽ അങ്ങനെ ജീവിതത്തിൽ നിരന്തരമായ പാപങ്ങൾ നമ്മിലേക്ക് കടന്നു വരുന്നു എന്നതാണ്. യൂസുഫ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പറയുന്നിടത്ത് പ്രഭി അദ്ദേഹത്തെ തെറ്റായ കാര്യങ്ങളിലേക്ക് വശീകരിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അതിന് അദ്ദേഹം അതിജയിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കായി ഖുർആൻ പറയുന്നത് 12-ാമത്തെ അധ്യായം സൂറ യൂസുഫിലെ 53-ാമത്തെ വചനം, വമാ ഉബരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കുന്നില്ല, തീർച്ചയായും മനസ്സുകൾ ദുഷ്പ്രവൃത്തിക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ കാരുണ്യം ലഭിച്ചവരൊഴികെ. ഇന്ന റബ്ബി ഗഫൂറുർ റഹീം, തീർച്ചയായും എൻ്റെ രക്ഷിതാവ് ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഒരു പ്രവാചകന്റെ പ്രസ്താവനയായി അത് പ്രസ്താവിക്കപ്പെടുമ്പോൾ സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ സാധ്യതകളെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് നിരന്തരമായി പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കണം. ബുഖാരി ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ ഇന്നല്ലാഹ യബ്സുത്തു യദഹു ഫിൽ ലൈൽ, അല്ലാഹു അവൻ്റെ കൈകൾ രാത്രികളിൽ നീട്ടിവച്ചിരിക്കുന്നു. ലിയതൂബൽ മുസ്യിഅ ബിന്നഹാർ, പകലിൽ തെറ്റ് ചെയ്തു പോയവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ. പകലിലും അവനവൻ്റെ കൈകൾ നീട്ടിവച്ചിരിക്കുന്നു. രാത്രികാലങ്ങളിൽ തെറ്റ് ചെയ്തു പോയതിൻ്റെ ദാസന്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ. പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെയും ഈ പ്രവർത്തനം അള്ളാഹു തുടരുമെന്ന ഹദീസിൽ വിവരിക്കുകയാണ്. മറ്റൊരു വചനത്തിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താഉൻ, ആദമിൻ്റെ മക്കളെല്ലാവരും പാപികളാണ്, പാപം ചെയ്യുന്നവരാണ്. വ ഖൈറു ഖത്താഈന തവ്വാബൂൻ, ആ പാപികളിൽ ഏറ്റവും മികച്ചവരായവർ, ഉത്തമരായ ആളുകൾ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ്. അതുകൊണ്ട് പാപം ചെയ്യുക എന്ന ആ പ്രക്രിയ മനുഷ്യരായ എല്ലാവരിലും സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് നമ്മെ എങ്ങനെ രക്ഷപ്പെടുത്തുക എന്നതാണ്. അവിടെ നിരാശ കടന്നു വരാൻ പാടില്ല എന്നതാണ്. ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അപാകതകൾ, അപജയങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾ വീതം പിന്നീട് അങ്ങോട്ട് ജീവിതം നിരാശയിലേക്ക് തള്ളിവിടാൻ പാടില്ല. തിരിച്ചു പിടിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറ സുമറിലെ 53-ാമത്തെ വചനം, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, പറയുക പ്രവാചകരെ, എൻ്റെ ദാസന്മാർ സ്വന്തത്തോട് തന്നെയും അതിക്രമം ചെയ്തു പോയിട്ടുള്ള, അതിന് വിട്ടുപോയിട്ടുള്ള എൻ്റെ ദാസന്മാരോട് പറയുക, ഒരിക്കലും എൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാകരുത് എന്ന്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും ഞാൻ പൊറുക്കുന്നവനാണ് തീർച്ചയായും അല്ലാഹു. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. ഈ വചനം വിശ്വാസികൾക്കുണ്ടാക്കിയിട്ടുള്ള സന്തോഷത്തിന് കയ്യും കണക്കുമുണ്ടായിരുന്നില്ല. പല മഹാന്മാരായ ആളുകളും ഖുർആനിൽ ഏറ്റവും സന്തോഷം നൽകുന്ന വാചകം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ ഈ സൂക്തം പ്രത്യേകമായി എണ്ണിയിട്ടുണ്ട്. എല്ലാം പുറത്തു തരും, ജീവിതത്തിൽ ഒരിക്കലും നിരാശ വേണ്ടതില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ള ഈ വചനം ഏതൊരു മഹാപാപിക്കും ജീവിതത്തിൽ വലിയ പ്രത്യാശ പ്രദാനം ചെയ്യുകയാണ്. നിരാശയെ വിഭാടനം ചെയ്യാൻ ഇതിനേക്കാൾ കൽപ്പറ്റ മറ്റൊരു വചനം കണ്ടെത്തുക സാധ്യമല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ വാക്കായി കൊണ്ട് ഖുർആൻ രേഖപ്പെടുത്തിയത്, വമൻ യഖ്നതു മിർ റഹ്മത്തിൽ റബ്ബി, ആരാണോ തൻ്റെ രക്ഷിതാവിനെ സംബന്ധിച്ച് നിരാശനാകുന്നത്, ഇല്ലല്ലാലൂൻ, വഴിവഴച്ചവനായിരിക്കും നിരാശനായി പോവുക എന്നത്. ഇല്ല, പടച്ചവൻ എനിക്ക് പുറത്തു തരില്ല എന്നൊരാൾ പറയുന്നുണ്ട് എങ്കിൽ അവൻ സന്മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചവനും വഴികേടിലെത്തിയവനുമായിരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു നിലക്ക് മരിക്കുന്നത് വരെയും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ചോ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പാപമോചനത്തെ സംബന്ധിച്ചോ ഒരാളും നിരാശപ്പെടാൻ പാടില്ല എന്നതാണ്. വിശ്വാസികൾക്ക് അനുഗ്രഹങ്ങൾ ഇറങ്ങുന്നതും ജീവിതത്തിൽ നന്മയും സന്തോഷവും കൊണ്ടുവരാൻ പര്യാപ്തമാകുന്നതും ശിക്ഷകൾ നീങ്ങിപ്പോകുന്നതും ഒക്കെയും ഇസ്തിഗ്ഫാർ കൊണ്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഖുർആനിലെ 8-ാമത്തെ അധ്യായം സൂറ അൻഫാലിലെ 33-ാമത്തെ വചനം, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു യുഅദ്ദിബഹും, ഒരിക്കലും അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല,
വ അൻത ഫീഹിം, നീ അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്ന കാലത്തോളം. പ്രവാചകൻ വിശ്വാസികൾക്കൊരു സുരക്ഷയാണ്, സംരക്ഷണമാണ് എന്നതുപോലെ തന്നെ വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, ഒരിക്കലും അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല അവർ നിരന്തരമായി ഇസ്തിഗ്ഫാർ ചെയ്യുന്നതുവരെ. അവരിലെ ഇസ്തിഗ്ഫാർ ഉണ്ടാകുന്നിടത്തോളം അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. നീ അവരിൽ ഉണ്ടാകുന്ന കാലത്തോളം ദൈവകോപം അവരുടെ മേലേക്ക് ഇറങ്ങുകയില്ല എന്നത്. അതുകൊണ്ട് പാപകൃത്യങ്ങൾ വർദ്ധിക്കാൻ നിമിത്തമാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി വിഭവങ്ങളുടെ കമ്മിയുമൊക്കെ വരാതിരിക്കുന്നതിനൊക്കെ വേണ്ടി അത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെയും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ ഇസ്തിഗ്ഫാറിന് പ്രേരിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു. ആദ്യ സമൂഹത്തിലേക്ക് നിയുക്തനായ ഹൂദ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തോട് ഉപദേശിക്കുകയാണ്, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക്, നിങ്ങളുടെ രക്ഷിതാവിലേക്ക് പാപമോചനത്തെ തേടിക്കൊള്ളുക. സുമ്മ തൂബു ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, എങ്കിൽ സമൃദ്ധമായ മഴ നിങ്ങൾക്ക് ലഭിക്കും. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിക്ക് പുറമെ നിങ്ങളുടെ ശക്തിയെ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുന്നതാണ്. വലാ തതവല്ലൗ മുജ്രിമീൻ, കുറ്റവാളികളായിക്കൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. ആദ്യ സമൂഹത്തിലെ നിയുക്തനായ ഹൂദ് നബി അലൈഹിസ്സലാം ഉപദേശിച്ചതായി ഖുർആൻ 11-ാമത്തെ അധ്യായം സൂറ ഹൂദിലെ 52-ാമത്തെ വചനത്തിൽ നമുക്ക് വായിക്കാവുന്നത് അങ്ങനെയാണ്. സമൂഹ ഗോത്രത്തിലേക്ക് നിയുക്തനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ സമൂഹത്തെ ഉപദേശിച്ചതായി ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറ നംലിലെ 46-ാമത്തെ വചനം, കാലയാ ഖൗം, അല്ലയോ ജനങ്ങളെ, ലിമ തസ്തഅജിലൂന ബിസ്സയ്യിഅത്തി ഖബ്ലൽ ഹസന, നന്മയ്ക്ക് പകരമായി തിന്മയ്ക്ക് നിങ്ങൾ എന്തിനാണ് ധൃതി കൂട്ടുന്നത്? പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന തൻ്റെ സമുദായത്തിലെ ആളുകളോട് അദ്ദേഹം പറയാണ്, പടച്ചവനിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നതിന് പകരം നിങ്ങൾ തിന്മയിലേക്ക് ധൃതി കൂട്ടുകയാണോ? ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, എന്തുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നില്ല? എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു കാരുണ്യം നൽകുന്നതാണ്. പടച്ചവന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം നിങ്ങളിലേക്ക് വർഷിക്കും, നിങ്ങൾ പാപമോചനം തേടുകയാണ് എങ്കിൽ. ഖുദ്സിയായ ഒരു വചനത്തിലൂടെ പ്രവാചകൻ ഉദ്ധരിച്ചതായി തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഖാല അല്ലാഹു തബാറക വതആല, അനുഗ്രഹപൂർണനും അത്യുന്നതനുമായ തന്റെ രക്ഷിതാവ് പറഞ്ഞതായി പ്രവാചകൻ പറയാണ്, യാ ഇബ്ന ആദം ഇന്നക മാ ദഅൗതനി വറജൗതനി അഫർതു ലക അലാ മാ കാന ഫീക, നീ എന്നിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടും പശ്ചാത്താപ പരദർശനമായിട്ടൊക്കെ എന്നിലേക്ക് വന്നാൽ നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു തരുന്നതാണ്. വലാ ഉബാലി, ആ പാപത്തെ ഞാൻ ഗവനിക്കുകയില്ല. യാ ഇബ്ന ആദം, ആദമിന്റെ പുത്ര, ലൗ ബലഗത ദുനൂബക അനാനസ്സമാ, ആകാശം മുട്ടോളം പാപവുമായിട്ട് നീ എന്നിലേക്ക് വരികയാണ് എങ്കിൽ, സുമ്മസ്തഗ്ഫർതനി, പിന്നീട് നീ എന്നോട് പാപമോചനം തേടുകയാണ് എങ്കിൽ, അഫർതു ലക വലാ ഉബാലി, ആകാശം മുട്ടുവോളമുള്ള നിന്റെ പാപങ്ങളൊക്കെയും ഞാനത് പുറത്തു തരും. വലാ ഉബാലി, ഞാൻ പിന്നീട് അത് ഗവനിക്കുകയില്ല. അങ്ങനെ പറയാൻ കൽപ്പുള്ള, അങ്ങനെ നമ്മളോട് പറയാൻ നിന്റെ എല്ലാ തെറ്റുകളും ഞാൻ പുറത്തു തരുമെന്ന് കലവറയില്ലാതെ പറയാൻ ആർക്കാണ് കഴിയുക? രക്ഷിതാവിനല്ലാതെ. അതുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ, അവസരങ്ങൾ, ജീവിതത്തിൽ ശേഷിക്കുന്ന അനുഗ്രഹീതങ്ങളായ സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ്. ഖുർആനിലെ 24-ാമത്തെ അധ്യായം സൂറത്ത് നൂറിലെ 31-ാമത്തെ വചനം, തൂബു ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂൻ, വിശ്വാസികളെ
നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിക്കൊള്ളുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, തീർച്ചയായും നിങ്ങൾ വിജയിക്കും, വിജയികളായേക്കും. അപ്പോൾ വിജയത്തിൻ്റെ നിദാനമായി, പാപങ്ങൾ പൊറുക്കണേൻ്റെ മൗലികമായ ആശയമായി, വിജയത്തിനുള്ള കാരണമായി, ശിക്ഷകൾ ഒഴിവാക്കപ്പെടുന്നതായി, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കുന്നതിനുള്ള വഴിയായി പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് വലിയ ജോലികളല്ല, അവനവൻ്റെ തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുക എന്നതാണ്. അതിന് നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നു എന്നുള്ളത്. തൗബ എന്ന് പറഞ്ഞു, തൂബു എന്നതാണ് ആയത്ത് തുടങ്ങുമ്പോഴുള്ള വചനം. താബ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ്. മടങ്ങലാണ്, ഒരു മടക്കം. ചെയ്തുകൊണ്ടിരുന്ന മോശമായ പ്രവൃത്തിയെ കൃത്യമായി മനസ്സിലാക്കി, ആ മനസ്സിലാക്കിയതിൽ നിന്ന് തിരിച്ചു നടത്തമാണ് തൗബ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ, അങ്ങനെ മടങ്ങാൻ സാധിക്കേണ്ടതുണ്ട്. സ്വർഗാവകാശികളായ സത്യവിശ്വാസികളെ പറ്റി പറയുന്നിടത്ത് 51-ാമത്തെ അധ്യായം സൂറ ദാരിയാത്തിലെ 17-18 വചനങ്ങൾ. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രിയിൽ അല്പം മാത്രം ഉറങ്ങുന്നവരായിരുന്നു അവർ. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അന്ത്യയാമങ്ങളിൽ ഉണർന്ന് അള്ളാഹുവിലേക്ക് പാപമോചനം നേടുന്നവരായിരുന്നു അവർ. ഖുർആൻ അത് രേഖപ്പെടുത്തുകയാണ്. ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഹദീസിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുകയാണ്. കാലത്ത് അവർ പറഞ്ഞു, തൂബാ ലിമൻ, ഒരുവന് സർവമംഗളങ്ങളും, വജദ ഫീ സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ, ആരുടെ കർമ്മങ്ങളുടെ രേഖയിലാണോ ഏറ്റവും കൂടുതൽ പാപമോചന പ്രാർത്ഥനയുള്ളത് അവന് സർവമംഗളങ്ങളും എന്നാണ് പറയുന്നത്. നമ്മുടെ കർമ്മങ്ങളുടെ രേഖകൾ നാളെ അള്ളാഹു നമ്മിലേക്ക് സമ്മാനിക്കുമ്പോൾ ആ രേഖകളിൽ ഏറ്റവും കൂടുതലായി ഇസ്തിഗ്ഫാർ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് സർവമംഗളങ്ങൾ. പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത്, ദൈവിക കാരുണ്യത്തിന് നിമിത്തമാകുന്നത്, പടച്ചവനിൽ നിന്നുള്ള സഹായം നമുക്ക് ലഭിക്കേണ്ടത്, നമ്മുടെ ശക്തി വർദ്ധിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് ഉറപ്പാക്കുന്നത്, നമുക്ക് സുരക്ഷിതമായ വഴികൾ അള്ളാഹു നിശ്ചയിച്ചു തരുന്നത്, അതിനൊക്കെ നമ്മെ അർഹനാക്കുന്ന മൗലികമായിട്ടുള്ളൊരാശയം എന്ന് പറയുന്നത് നിരന്തരമായി നമ്മൾ പാപമോചന പ്രാർത്ഥന നടത്തുക എന്നതാണ്. അത്തരം നല്ല വിശ്വാസികളിൽ, വിശ്വാസിനികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജ്റ 2-ാം വർഷം റമദാൻ 17-നാണ് പ്രസിദ്ധമായിട്ടുള്ള ബദർ യുദ്ധം നടക്കുന്നത്. എക്കാലഘട്ടത്തിലും ചരിത്രത്തോട് മനുഷ്യർ നടത്തിയിട്ടുള്ള ക്രൂരത എന്ന് പറയുന്നത് ചരിത്രത്തെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളിൽ നിന്ന് തെറ്റിച്ചു കളയുക എന്നതാണ്, അപനിർമ്മിതി നടത്തുക എന്നതാണ്. നമ്മുടെ ഈ മഹാരാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചരിത്ര സംഭവങ്ങളെയും ചരിത്ര അവശേഷിപ്പുകളെയും വക്രീകരിച്ചുകൊണ്ട് അപനിർമ്മിതി നടത്തുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ കാണുന്നത് പല ചരിത്ര പുരുഷന്മാരും പിന്നീട് വർഗീയവാദികളാവുകയാണ്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടി പോർക്കളത്തിൽ മരിച്ചുപോയ ആളുകൾ പോലും പിന്നീട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ വളരെ മോശക്കാരായിട്ടാണ് കാണുന്നത്. ഇതൊക്കെയും അപനിർമ്മിതിയുടെ ദുരന്തമാണ്. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ സംഭവം പറഞ്ഞത്.
അതിനേക്കാൾ വലിയ ക്രൂരതയാണ് മുസ്ലിം സാമാന്യ ജനം, യാഥാസ്ഥിക വിഭാഗം ബദർ യുദ്ധത്തെയും ബദറിൽ പങ്കെടുത്ത വിശ്വാസികളെയും അപനർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഭവത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ള പാഠം കൃത്യമായി ഖുർആൻ പറയുന്നുണ്ട്. 3-ാമത്തെ അധ്യായം സൂറ ആല ഇമ്രാനിലെ 13-ാമത്തെ വചനം, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅത്തൈനി ഇൽതഖതാ ഫിഅത്തുൻ. ഖദ് കാന ലക്കും ആയത്തുൻ, ഇവിടെ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തമുണ്ട്. ഫീ ഫിഅത്തൈൻ, ആ രണ്ട് വിഭാഗങ്ങളിൽ. ഇൽതഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വ ഉഖറ കാഫിറത്തുൻ. രണ്ട് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം പടച്ചവന്റെ മാർഗത്തിൽ സമരം ചെയ്ത ആളുകൾ, മറ്റേ വിഭാഗമാകട്ടെ നിഷേധികളായിട്ടുള്ള ആളുകളുമാണ്. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ, അവിശ്വാസികൾക്ക് തങ്ങളുടെ ദൃഷ്ടിയിൽ അവരെ വിശ്വാസികളെ ഇരട്ടിയുള്ളതായി കാണിച്ചു കൊടുത്തു. വല്ലാഹു യുഅയ്യിദു ബിനസ്രി, അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് തന്റെ സഹായം നൽകുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റത്തൻ ലിഉലിൽ അബ്സാർ, തീർച്ചയായും കണ്ണുള്ളവർക്ക് അതിൽ ഗുണപാഠമുണ്ട് എന്ന് പറയും. ബദറിലെ ആ ഏറ്റുമുട്ടലിൽ മനുഷ്യർക്ക് വലിയ ഗുണപാഠമുണ്ട് എന്ന് ഖുർആൻ അതേ വചനത്തിൽ 2 തവണയാണ് പറഞ്ഞിരിക്കുന്നത്. ബദറിൻ്റെ ആശയപ്രതലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്കുള്ള ഒരാശയത്തിൻ്റെ, ആദർശത്തിൻ്റെ കൃത്യമായ വ്യക്തതയാണ് അവിടെ അടിവരയിടേണ്ട ഭാഗം. ഖുർആൻ അത് വ്യക്തമാക്കുന്നുണ്ട്. 38-ാമത്തെ അധ്യായം സൂറ സ്വാദിലെ 5-ാമത്തെ വചനം, അള്ളാഹുവിൻ്റെ റസൂൽ പരസ്യമായി പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലും മനുഷ്യന്മാരും മാലാഖരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ സംശയം, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാദ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, അല്ലാഹ് അല്ലാതെ മറ്റാരും ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയുമ്പോൾ ഈ കാണുന്ന എല്ലാ ആരാധ്യന്മാരെയും കൂടി നീ ഒരൊറ്റ ആരാധനാക്കി മാറ്റിക്കളഞ്ഞിരിക്കുന്നുവോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാദ്, അത് ആശ്ചര്യകരമായിട്ടുള്ള, അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് എന്നവർ പറഞ്ഞു. ഖുർആൻ അത് വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്. അവരൊന്നിലധികം ആരാധ്യന്മാരെ ആരാധിച്ചുകൊണ്ടിരുന്നു. അവരോടാണ് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാൻ പറയുന്നത്. അവർക്ക് സഹിക്കില്ല, അന്നും സഹിക്കില്ല, ഇന്നും സഹിക്കില്ല അത്തരം ആളുകൾക്ക്. ആയത്തിൻ്റെ വിശദീകരണത്തിൽ പുരാതന തഫ്സീറായ തഫ്സീർ തൊബരിയിൽ വിവരിക്കുകയാണ്. അജബൽ മുശ്രിക്കൂൻ, മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ ആശ്ചര്യപ്പെട്ടു. അൻ ദഅഉ ഇലല്ലാഹി വഹദ, ഏകനായ പടച്ചവനിലേക്കാണല്ലോ വിളിക്കുന്നത് എന്നത് അവരിൽ അത്ഭുതമുണ്ടാക്കി. 313 വിഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോരാത്തവരായി മാറിയ ആളുകളോടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത്, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം. 300 ഉണ്ടായിട്ടും പറ്റണില്ല. 301-ൻ്റെയും 2-ൻ്റെയും പിന്നാലെ പോകുന്നതിനെ പറ്റി ആലോചിക്കുന്ന ആളുകളോട് നോക്കൂ നിങ്ങൾ, അതിൻ്റെ ആശയപ്രതലം എന്ന് പറയുന്നത് അവിടെയാണ്. യുദ്ധത്തിന് മുമ്പായിട്ടുള്ള പ്രവാചകന്റെ പ്രാർത്ഥന ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ഫലാ തുഅബദ് ഫിൽ അർളി അബദ. പ്രവാചകന്റെ മുണ്ട് ഒന്നിലധികം തവണ താഴത്തേക്ക് വീണു പോകുമാറ് പ്രവാചകൻ വളരെ ആവേശഭരിതനായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തിനെ നശിപ്പിക്കുകയാണ് എങ്കിൽ നിന്നെ ആരാധിക്കുന്നവരായി, നിനക്ക് മാത്രം ആരാധന അർപ്പിക്കുന്നവരായി ഒരു സമൂഹം അവിടെ ഉണ്ടാവില്ല. അതിൻ്റെ ആശയപ്രതലം അതാണ്. നിന്നെ ആരാധിക്കാൻ വേണ്ടി നിനക്ക് മാത്രം ആരാധനയും ഇബാദത്തുകളും പ്രാർത്ഥനയും അർപ്പിക്കുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ടാവണം. അതിനു വേണ്ടിയാണ് അവർ യുദ്ധത്തിനൊരുങ്ങിയത്. അബൂജഹലിൻ്റെ പ്രാർത്ഥന രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്. തബ്രി
അൻ അത്തിയ്യ ഖാല അബൂ ജഹൽ യൗമ ബദർ, ബദറിൽ അബൂ ജഹൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ, അല്ലാഹുവിനോടാണ് പ്രാർത്ഥന, ഇൻസർ ഹദൈ ഫിഅത്തൈൻ, ഈ രണ്ട് വിഭാഗങ്ങളിൽ സന്മാർഗികൾ ആരാണെന്ന് നിനക്കറിയാം, ആ സന്മാർഗികളെ വിജയിപ്പിക്കണം. എത്ര കലവറയില്ലാത്ത സുതാര്യമായ പ്രാർത്ഥന. വഹൈറൽ ഫിഅത്തൈൻ, ഇവരിൽ നല്ലവരാരാണെന്ന് നിനക്കറിയാം, അതുകൊണ്ട് നല്ലവരെ വിജയിപ്പിക്കണം. വഅഫ്ളൽ, ഈ രണ്ട് വിഭാഗങ്ങളിൽ ശ്രേഷ്ഠരായ ആളുകൾ, മാന്യന്മാർ, യോഗ്യന്മാർ, അവരാരാണെന്ന് നിനക്കറിയാം, അവരെ വിജയിപ്പിക്കണം. വളരെ കൃത്യമാണ് കാര്യം. അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അബൂ ജഹൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുന്ന പ്രവാചകനും അനുജന്മാരും, അവിടെയാണ് സംഘർഷവും, അവിടെയാണ് പോരാട്ടവും നടക്കുന്നത്. അവിടെയാണ് ഈ ആദർശത്തിൻ്റെ വ്യതിരിക്തത കൃത്യമായി മനസ്സിലാക്കി കൊടുക്കേണ്ടത്. സഹോദരങ്ങളെ, ഈ ആദർശത്തെ കൃത്യമായി നെഞ്ചറ്റുകയും അത് ജനങ്ങളിൽ കൃത്യമായി പ്രബോധനം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ബദർ ദിനത്തിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. അതല്ലാതെ 4 പത്തിരി കൂടുതൽ കഴിക്കലല്ല, എളുപ്പമുള്ള പണിയാണ്. ഏതെങ്കിലും പള്ളിയിൽ കയറി മൈക്കോണാക്കി ആകാശം പൊട്ടി ആളുകളുടെ കർണപുടങ്ങൾ തകർക്കുമാറ് ഉച്ചത്തിൽ വിളിച്ച് മൗലൂദ് കഴിക്കലല്ല, അതല്ല ഈ പറയുന്നത്. ഉത്തരവാദിത്വം വളരെ കൃത്യമായി ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാം. ഇനി അവരുടെ ത്യാഗമാണ് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് വിഭാഗം ആളുകളോടും പ്രത്യേകമായി പ്രവാചകൻ ആഹ്വാനം ചെയ്യുകയാണ്. മുഹാജിറുകളോട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, പ്രവാചകൻ മുഹാജിറുകളോട് അവസ്ഥയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവർ തിരിച്ചു പറഞ്ഞതായി മിഖ്താദ് ബിൻ അംറിൽ ഉദ്ധരിക്കുകയാണ്, യാ റസൂലല്ലാഹ് അംലി ലിമാ അറാക്കല്ലാഹു ഫനഹനു മഅക, അല്ലാഹു താങ്കൾക്ക് ഏതൊരു വഴിയാണോ നിർദ്ദേശിച്ചു തരുന്നത് ആ വഴിയിലൂടെ മുന്നോട്ട് ഗമിച്ചുകൊള്ളു പ്രവാചകരെ, ഞങ്ങൾ താങ്കളോടൊപ്പം ഉണ്ടായി. വല്ലാഹി ലാ തഖുൽ, ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല ലക്ക താങ്കളോട്, കമാ ഖാല ബനൂ ഇസ്രായീൽ മൂസ, മൂസയുടെ സമൂഹമായ ഇസ്രായേലിയർ പറഞ്ഞതുപോലെ ഞങ്ങൾ എന്തായാലും പറയില്ല. ഇദ്ഹബ അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നീ നിന്റെ പടച്ചോനും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ ഇരിക്കാന്ന് ഞങ്ങൾ പറയില്ല. താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് അവിടെ ഞങ്ങളുണ്ടാകും, അതുകൊണ്ട് താങ്കളോടൊപ്പം പോരാടുമെന്നവർ കൃത്യമായി അറിയിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് അൻസാറുകളിലേക്ക് തിരിഞ്ഞു. അൻസാറുകളുടെ നേതാവായ സഅദ് ബിൻ മുആദ് പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂലെ, ആമന്നാ ബിക വസദ്ദഖ്നാക, ഞങ്ങൾ താങ്കളെ വിശ്വസിച്ചു, സത്യപ്പെടുത്തുകയുണ്ടായി, വശഹിദിന, സാക്ഷിയായിട്ടുണ്ട്. ഞങ്ങളും താങ്കളും തമ്മിൽ ഒരുപാട് കരാറുകളുണ്ട്, സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. ഈ ഘട്ടത്തിൽ താങ്കൾ ലൗ ഇസ്താറൽത ബിനൽ ബഹർ ഫഹുൽതു ലഹു ലഹുൽനാ മഅക, താങ്കൾ ഒരു കടലിലേക്ക് ഊളിയിടുകയാണ് എങ്കിൽ താങ്കളോടൊപ്പം ഞങ്ങളും ആ കടലിലേക്ക് ഊളിയിടുമെന്ന് പറയുകയാണ്. കടൽ നീന്താനോ കടൽ യാത്രയ്ക്കോ ഞങ്ങൾക്ക് വശംവദരാകണോ അല്ലെങ്കിൽ ഞങ്ങൾക്കത് അറിയാമോ എന്ന് ഞങ്ങൾ പരിശോധിക്കുകയില്ല. പൂർണ്ണമായ സമർപ്പണമാണ് പറയുന്നത്. അത് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിക പ്രബോധനങ്ങളോട്, ഇസ്ലാമിക ദഅവത്തോട്, ഈ ആദർശ പതനത്തോടൊക്കെയും വിശ്വാസികൾ പുലർത്തേണ്ടുന്ന കൃത്യമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ആത്മസമർപ്പണമാണ്. ഇതൊക്കെയാണ് ഈ ബദർ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന ബദറിൽ ഇതൊന്നുമില്ല, അവിടെ ഒജീനം മാത്രമായിട്ട് അവശേഷിക്കുകയാണ്. ബദർ എന്ന് പറയുന്നത് ആദർശനിഷ്ഠയുടെ കൃത്യമായ ആദർശ സമരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ പോർമുഖത്തിൻ്റെ പേരാണ് പറയുന്നത്. ത്യാഗത്തിൻ്റെ സ്മരണയാണ് ബദർ എന്ന് പറയുന്നത്. ആ രണ്ട് രീതിയിലും ബദറിനെ ജീവിതത്തിൽ സ്വീകരിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ